പ്രണയപൂർവം നിനക്കായി ഞാൻ രാവിലെ 10 മണിക്ക് ദൃശ്യം 2024 വ്ളോഗിൽ. ഇയാളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കോടികൾ ആസ്തിയുള്ള ഗരുഡമന എന്ന തറവാട് ഇയാളുടെ പേരിൽ മാത്രമായി. അതിലേക്ക് കൈകടത്താൻ ഇയാളുടെ അമ്മാവന്മാരും ചെറിയച്ഛന്മാരും എല്ലാവരും മത്സരമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇയാളെ വിവാഹം ആലോചിച്ച് ചെല്ലുന്നത്. അതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഇയാൾക്ക് അവർ വേറെ വിവാഹം ആലോചിച്ചു. അതറിഞ്ഞപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ അവർ എനിക്ക് ഇയാളെ വിവാഹം കഴിച്ചു തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ മറ്റൊന്നും നോക്കിയില്ല. പ്രണയം തലക്ക് പിടിച്ചു നിൽക്കുന്ന സമയം. ഞാൻ പോയി ഇയാളെ വിളിച്ചുകൊണ്ട് വന്നു. കോളേജിൽ പഠിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതപ്രകാരം തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ പഠനം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായി. ഞങ്ങളുടെ പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ഇയാളെയും ഞാൻ കുറേ നിർബന്ധിച്ചു. പക്ഷേ ബിസിനസ്സിലേക്കില്ല എന്ന് പറഞ്ഞ് നല്ലൊരു ഭാര്യയായിട്ട്, മരുമകളായിട്ട്, മക്കളുടെ അമ്മയായിട്ട് ഇയാൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ആദ്യത്തെ 2 ആൺകുട്ടികൾക്ക് ശേഷം പിന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാൾ വീണ്ടും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അതും ഇരട്ട കുട്ടികൾ. ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലായിരുന്നു. ഈ കഥയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാനായിട്ട് ഇന്നത്തെ പ്രണയപൂർവം നിനക്കായി ഞാൻ രാവിലെ 10 മണിക്ക് കേട്ടു നോക്കൂട്ടോ.